بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك المعافاة في الدنيا والآخرة. اللهم احفظنا بالإسلام قائمين، واحفظنا بالإسلام قاعدين، واحفظنا بالإسلام راقدين، ولا تشمت بنا عدوا ولا حاسدا. اللهم إنا نسألك من كل خير خزائنه بيدك، ونعوذ بك من كل شر خزائنه بيدك. أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അസ്മായിൽ, അവൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അസ്സലാം, അൽ ഖുദ്ദൂസ്, അസ്സുബ്ബൂഹ് എന്നീ മൂന്ന് പേരുകളെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ ഒരു തവണ മാത്രമാണ് വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശറിലെ അള്ളാഹുവിൻ്റെ ധാരാളം പേരുകൾ ഒരുമിച്ച് പറഞ്ഞ അവസാന ഭാഗത്തുള്ള ആയത്തിൽ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിനുൽ മുഹൈമിൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അസ്സലാം എന്ന റബ്ബിൻ്റെ പേര് വന്നത് കാണാം. അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ പേര് ഖുർആനിൽ രണ്ടിടങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞ അസ്സലാം എന്ന പേര് വന്ന അതേ ആയത്തിൽ, സൂറത്തുൽ ഹശറിലെ അവസാന ഭാഗത്തുള്ള ആയത്തിൽ. രണ്ടാമത്തേത് സൂറത്തുൽ ജുമഅയിൽ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം എന്ന സൂറത്തുൽ ജുമഅയിലെ ഒന്നാമത്തെ ആയത്തിൽ. ഈ രണ്ട് ആയത്തുകളിലാണ് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ പേര് ഖുർആനിൽ വന്നിട്ടുള്ളത്. അസ്സുബ്ബൂഹ് എന്ന അള്ളാഹുവിൻ്റെ പേര് ഖുർആനിൽ വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഈ പേര് വന്നിട്ടുണ്ട്. ഖുദ്ദൂസ് എന്ന പേരിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇലും സുജൂദിലും ചൊല്ലാനുള്ള ഒരു ദിക്റിൽ ഈ പേര് പരാമർശിച്ചത് കാണാം. സുബ്ബൂഹ്, ഖുദ്ദൂസ്, റബ്ബുൽ മലായികതി വറൂഹ്. ഇത് റുക്കൂഇലും സുജൂദിലും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ ഒന്നാണ്. റുക്കൂഇലും സുജൂദിലും ദിക്റുകൾ പല ഇനങ്ങളായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണിത്. സുബ്ബൂഹ്, ഖുദ്ദൂസ്, റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹായ ഖുദ്ദൂസായ അള്ളാഹു, റബ്ബുൽ മലായികതി വറൂഹ്, മലക്കുകളുടെയും റൂഹിൻ്റെയും അഥവാ ജിബ്രീലിൻ്റെയും റബ്ബായ അള്ളാഹു. എന്താണ് ഈ മൂന്ന് പേരുകളുടെ അർത്ഥം? ഏതാണ്ട് അടുത്തടുത്ത അർത്ഥമുള്ള പേരുകളാണ് അള്ളാഹുവിൻ്റെ ഈ മൂന്ന് പേരുകൾ. അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ പേര് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസ്സലാമു മിൻ ജമീഇൽ ഉയൂബ്, എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തനായിട്ടുള്ളവൻ, അതൊന്നും ബാധിക്കാത്തവൻ. സലിമ എന്ന് പറഞ്ഞാൽ മുക്തനാവുക, രക്ഷപ്പെടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അൽ മുസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിം എന്നാൽ മൻ സലിമ, ആരാണോ രക്ഷപ്പെട്ടിട്ടുള്ളത്, മുക്തനായിട്ടുള്ളത്, മിൻ ലിസാനിഹി, അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നുമാണോ സുരക്ഷിതരായിട്ടുള്ളത്, രക്ഷ നേടിയിട്ടുള്ളത്, മുക്തരായിട്ടുള്ളത്, അങ്ങനെയുള്ളവനാണ് മുസ്ലിം. അഥവാ അവൻ്റെ നാവ് കൊണ്ടും കൈ കൊണ്ടും അവൻ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുകയില്ല എന്നർത്ഥം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കെന്താണ്? മൻ സലിമ, ആരാണോ സുരക്ഷിതരായത്, രക്ഷപ്പെട്ടിട്ടുള്ളത്, മുക്തനായിട്ടുള്ളത്.
അതാണ് സലിമ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥമാണ് സലാം എന്ന അള്ളാഹുവിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്. അഥവാ അള്ളാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനും മുക്തനുമായിട്ടുള്ളവരാണ്. യാതൊരു നിലക്കുള്ള ന്യൂനതയും റബ്ബ് സുബ്ഹാനഹു വ തആലയെ ബാധിക്കുകയില്ല. അവൻ്റെ ദാത്തിലോ അവൻ്റെ സിഫാത്തിലോ അവൻ്റെ അഫ്ആലിലോ, അഥവാ അള്ളാഹുവിന് യാതൊരു ന്യൂനതയുമില്ല. അവൻ്റെ വിശേഷണങ്ങൾ അതിലൊന്നിൽ പോലും ഒരു നിലക്കും ഒരു കുറവ്, ഒരു ന്യൂനതയില്ല. അവൻ്റെ പ്രവർത്തനങ്ങളിലും യാതൊരു നിലക്കുള്ള ന്യൂനതയുമില്ല. നോക്കൂ, അള്ളാഹുവിന് ഒരു സാഹിബത്തില്ല, അവനൊരു കൂട്ടുകാരി ഇല്ല, അവനൊരു സന്താനമില്ല, അവനെപ്പോലെ അവന് സമാനനായി ആരുമില്ല. അതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങൾ ദുൽമിൽ നിന്നും ഷർറിൽ നിന്നുമെല്ലാം മുക്തമാണ്. അവൻ്റെ ഒരു പ്രവർത്തനത്തിലും അക്രമമോ തിന്മയോ ഒരിക്കലും ഉണ്ടാവുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ പേര് റബ്ബിൻ്റെ എല്ലാ വിശേഷണങ്ങൾക്കും ഈ പേര് ഇത് സൂചിപ്പിക്കുന്ന അർത്ഥം ബാധകമാകുമെന്ന്. അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളിലും അവൻ സലാമാണ്. അവൻ കുറവുകളിൽ നിന്ന് ന്യൂനതകളിൽ നിന്ന് മുക്തനാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, വലിദാലിക ഇദാ നദർത ഇല അഫ്റാദി സിഫാതി കമാലിഹി വജദ്ത കുല്ല സിഫത്തിൻ സലാമൻ മിമ്മ യുദാദ്ദു കമാലഹ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഓരോരോ വിശേഷണങ്ങൾ, എല്ലാ വിശേഷണങ്ങളും നീ എടുത്തു നോക്കിയാൽ അള്ളാഹുവിൻ്റെ പരിപൂർണത അറിയിക്കുന്ന അവൻ്റെ വിശേഷണങ്ങൾ എല്ലാം നീ എടുത്തു നോക്കിയാൽ ആ വിശേഷണത്തിനു വിരുദ്ധമായ കാര്യത്തിൽ നിന്ന് സലാമായിരിക്കും, അഥവാ അതിൽ നിന്ന് മുക്തനായിരിക്കും, സുരക്ഷിതനായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നിട്ട് അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ അതിന് പറയുകയുണ്ടായി. നോക്കൂ, അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ഹയാത്ത് എന്നത്. അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ്റെ ഹയാത്ത് അത് മുക്തമാണ്, അവൻ അതിൽ സലാമാണ്. എന്തിൽ നിന്നൊക്കെ? മരണത്തിൽ നിന്ന്, അതുപോലെ ഉറക്കത്തിൽ നിന്ന്, മയക്കത്തിൽ നിന്ന്. അതെല്ലാം പരിപൂർണമായ ഹയാത്തിന് എതിരാകുന്ന കാര്യങ്ങളാണ്. മരിച്ചു പോവുക എന്നത്, ഉറങ്ങുക എന്നത്. ഉറക്കം അത് അഹുൽ മൗത്ത്, മരണത്തിൻ്റെ സഹോദരനാണ്. അതുകൊണ്ടാണ് സ്വർഗ്ഗക്കാർ ഉറങ്ങുകയില്ല. ഒരു നിലക്കും അവരെ മരണം ബാധിക്കുകയില്ല. ചെറിയ മരണമോ വലിയ മരണമോ ബാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹയാത്തിൻ്റെ, അവൻ ജീവിച്ചിരിക്കുന്നവനാണ് എന്ന വിശേഷണത്തിൻ്റെ പൂർണ്ണതയാണ്. എന്ത്? മരണം അവനെ ബാധിക്കുകയില്ല. അതിൽ നിന്ന് അവൻ സലാമാണ്, അവൻ അതിൽ നിന്ന് സുരക്ഷിതനാണ്, അവനത് ബാധിക്കുകയില്ല. മയക്കം അവനെ ബാധിക്കുകയില്ല. അള്ളാഹു ഖയ്യൂമാണ്. അള്ളാഹു സകലതും നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും നിലനിർത്തുന്നവനാണ്. നോക്കൂ, അവൻ അതിൽ മുക്തനാണ്, അവൻ സുരക്ഷിതനാണ്. എന്തിൽ നിന്ന്? തഅബിൽ നിന്ന്. മനുഷ്യരിൽ, പടപ്പുകളിൽ ഒരാൾ വല്ല കാര്യവും നോക്കി നടത്തുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തു ബാധിക്കും? ക്ഷീണം ബാധിക്കും, മടുപ്പ് ബാധിക്കും. എന്നാൽ അള്ളാഹു അതിൽ നിന്ന് സലാമാണ്. അള്ളാഹുവിൻ്റെ ഖയ്യൂമിയത്ത് എന്നാൽ അതിനെ ഒരിക്കലും ഈ കുറവ്, ഈ ന്യൂനത ബാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അറിവ് നോക്കൂ നിങ്ങൾ. അവൻ്റെ അറിവ് അത് പരിപൂർണമായ അറിവാണ്. അതിൽ മറവിയോ അതുപോലുള്ള ന്യൂനതയോ ബാധിക്കുകയില്ല. അവൻ വല്ലതും ഓർത്തെടുക്കേണ്ട, ചിന്തിച്ച് അവൻ ഓർമ്മയിൽ നിന്ന് എടുക്കേണ്ട ഒരു ആവശ്യം അവന് വരികയില്ല. അതിൽ നിന്ന് അവൻ സലാമാണ്. അതുപോലെ നോക്കൂ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അവൻ്റെ ഇറാദത്ത്, അത് പരിപൂർണമായ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. ഒരു ലക്ഷ്യമില്ലാതെ, ഒരു നന്മയില്ലാതെ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിക്കുക, അതിൽ നിന്ന് അവൻ സലാമാണ്, അവൻ മുക്തനാണ്. അള്ളാഹുവിൻ്റെ വാക്കുകൾ, അവൻ്റെ കലിമാത്ത്, അത് മുക്തമാണ് കളവിൽ നിന്നും അതുപോലെ അക്രമത്തിൽ നിന്നും. മറിച്ച് അവൻ്റെ വാക്ക് എന്നത് അത് പരിപൂർണമായ സത്യവും പരിപൂർണമായ നീതിയുമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. നിന്റെ റബ്ബിൻ്റെ വാക്ക് പൂർണ്ണമായിരിക്കുന്നു. സിദ്ഖൻ വഅദ്ലൻ, സിദ്ഖ് കൊണ്ടും അദ്ലു കൊണ്ടും, സത്യസന്ധത കൊണ്ടും അതുപോലെ നീതി കൊണ്ടും. എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദ്ലൻ ഫിൽ അഹ്കാം. അതാണ് അതിൻ്റെ അർത്ഥം. അഥവാ അവൻ പറഞ്ഞു തന്ന മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമാണ്, അതിലൊരു കളവ് പോലുമില്ല, കളവിൻ്റെ ലാഞ്ചന പോലുമില്ല. വഅദ്ലൻ ഫിൽ അഹ്കാം, അവൻ നിശ്ചയിച്ച വിധിവിലക്കുകൾ
അവൻ നിശ്ചയിച്ച വിധിവിലക്കുകൾ, ഇന്ന കാര്യം തെറ്റാണ്, ഇന്ന കാര്യം നന്മയാണ് എന്ന വിധി എന്ന വിലക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അവൻ്റെ വാക്കിലൂടെ, അത് മുഴുവൻ അതിലാണ്, നീതിയാണ്. അതിൽ അനീതി ഒരിക്കലും ഇല്ല. കെദിബിൽ നിന്ന്, ദുൽമിൽ നിന്ന് അള്ളാഹു സലാമാണ്. അവൻ അതിൽ നിന്ന് മുക്തനാണ്, അവൻ അതിൽ നിന്ന് സുരക്ഷിതനാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ഗിന, അവൻ്റെ ഐശ്വര്യം, അവൻ്റെ എല്ലാം, ഒന്നിൻ്റെയും ആവശ്യം അവനില്ല. അവൻ്റെ ഗിന എന്നത് മറ്റുള്ളവരിലേക്ക് ആശ്രയമുണ്ടാവുക എന്നതിൽ നിന്ന് അവൻ മുക്തനാണ്, അവൻ സുരക്ഷിതനാണ്. അള്ളാഹുവിൻ്റെ മുൽക്ക് നോക്കൂ നിങ്ങൾ, അവൻ്റെ മറ്റൊരു വിശേഷണമാണ്. അവൻ്റെ മുൽക്ക്, അവൻ്റെ അധികാരം, അവൻ്റെ ആധിപത്യം. ആ അധികാരത്തിൽ അവനോട് കിടപിടിക്കാനോ അവനോട് മത്സരിക്കാനോ വല്ലവരും ചെല്ലുക എന്നത് ന്യൂനതയാണ്. അതിൽ നിന്ന് അവൻ മുക്തനാണ്. ഒരാളും റബ്ബിൻ്റെ മുൽക്കിൽ അവന് മുനാസിയായി, അവനോട് എതിരിടാനില്ല, അവന് പങ്കാളിയായില്ല, പോകട്ടെ അവനൊരു സഹായിയായില്ല. ഒരു ശുപാർശ പോലും അള്ളാഹുവിനോട് പറയണോ റബ്ബിൻ്റെ അനുവാദം വേണം. ഇങ്ങനെ ഈ ന്യൂനതകളിൽ നിന്ന് അള്ളാഹു സലാമാണ്. അതുപോലെ നോക്കൂ, അവൻ്റെ ഇലാഹിയത്ത് അവൻ്റെ വിശേഷണമാണ്. അവൻ ഇലാഹാണ്, അവൻ ആരാധിക്കപ്പെടുന്നവനാണ്. അതിൽ അവന് പങ്കാളി ഉണ്ടാവുക എന്നത് ന്യൂനതയാണ്. അതിൽ നിന്ന് അവൻ സലാമാണ്. അവന് യാതൊരു പങ്കാളിയുമില്ല. അവൻ്റെ ആരാധ്യതയിൽ അവനോടൊപ്പം ആരുമില്ല. അവൻ മാത്രമാണ് ആരാധനക്കാരൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ്റെ ഹിൽം അവൻ്റെ വിശേഷണമാണ്. ഹിൽമ് എന്നത്, ആഫു എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഹിൽമുള്ളവനാണ്. അവൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ്. അവൻ മാപ്പ് കൊടുക്കുന്നവനാണ്. എന്നാൽ ആ വിശേഷണങ്ങൾ അത് അവനൊരു നിന്യത ഉള്ളത് കൊണ്ട്, അവൻ ആരോടാണോ ക്ഷമിക്കുന്നത്, ആരോടാണോ അവൻ പൊറുക്കുന്നത്, അവരോട് അവൻ ആവശ്യമുള്ളത് കൊണ്ടാണോ, അവർ അവനെ ഉപദ്രവിച്ചേക്കുമെന്ന് ഭയമുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് അവൻ എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കുകയാണ് അവൻ മാപ്പ് കൊടുക്കുന്നതും അവൻ സഹിക്കുന്നതും അവൻ ക്ഷമിക്കുന്നതും. അവൻ്റെ ഹിൽം എന്നത്, അവൻ്റെ അഫു എന്നത് പൂർണ്ണതയാണ്, അത് നന്മയാണ്. അള്ളാഹു ഒരാൾക്ക് മാപ്പ് കൊടുത്തു എന്നത് അള്ളാഹു അവന് ചെയ്യുന്ന നന്മ മാത്രമാണ്, അവൻ്റെ ഔദാര്യം മാത്രമാണ്. ഇനി നോക്കൂ, അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹു അവൻ്റെ അദാബ്, അവൻ്റെ ശിക്ഷ അത് കടുത്തതാണ്. അതേസമയം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അദാബ് അത് ദുൽമിൽ നിന്ന് മുക്തമാണ്. അവൻ്റെ ശിക്ഷ എന്നത് ഒരിക്കലും അനീതിയോ അക്രമമോ അല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യർ ആരോടെങ്കിലും പ്രതികാരം ചെയ്താൽ അവർക്ക് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ ഒരു രോഷം ശമിപ്പിക്കുക, അവരുടെ ആ കോപം അത് അടക്കുക എന്നതിനു വേണ്ടിയായിരിക്കും അവർ ആളുകളെ ശിക്ഷിക്കുകയും പ്രതികാരം ചെയ്യുകയും ചെയ്തത്. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അതിൽ നിന്ന് മുക്തമാണ്, അതിൽ നിന്ന് അവൻ സലാമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നത് ഹിക്മത്തും അദലുമാണ്, അത് യുക്തിയാണ്, അത് നീതിയാണ്. എത്രത്തോളം ഇമാമുൽ ഖയ്യിം അദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹു ശിക്ഷിക്കേണ്ടിടത്ത് അവൻ സവാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കേണ്ടിടത്ത് സവാബാണ് വെച്ചതെങ്കിൽ, അഥവാ പ്രതിഫലമാണ് നൽകിയതെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച ഒരുവന് ആ ശിക്ഷയ്ക്ക് പകരം സവാബാണ് കൊടുത്തത് എന്ന് സങ്കല്പിക്കുക, അതൊരിക്കലും നീതിയാവുകയില്ല. പ്രതിഫലമാണ് കൊടുത്തതെന്ന് സങ്കല്പിക്കുക, ഒരിക്കലും നീതിയാവുകയില്ല. അള്ളാഹു ശിക്ഷിച്ചവനെ ശിക്ഷിക്കുക എന്നത് മാത്രമാണ് നീതി. അത് അനീതിയായി പോവുക എന്നതിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സലാമാണ്, അവൻ മുക്തനാണ്, അവൻ അതിൽ നിന്ന് സുരക്ഷിതനാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ശറഅ, അള്ളാഹുവിൻ്റെ ദീൻ അത് സലാമാണ്, അത് മുക്തമാണ്. എന്തിൽ നിന്ന് മുക്തമാണ്? തനാഖുദൻ, വൈരുദ്ധ്യത്തിൽ നിന്ന് മുക്തമാണ്. അത് അടിമകളുടെ നന്മക്ക് എതിരാവുക, അതൊരിക്കലും അള്ളാഹുവിൻ്റെ ദീനിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ദീൻ അത് വൈരുദ്ധ്യത്തിൽ നിന്ന് മുക്തമാണ്. ഒരിക്കലും റബ്ബിൻ്റെ ദീനിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ആർക്കെങ്കിലും അതിൽ ഈ പറഞ്ഞത് ആ പറഞ്ഞതിനെതിരാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ തകരാറ് അങ്ങനെ തോന്നിയവനാണ്. അവൻ്റെ അറിവിൻ്റെ കുറവാണത്, അവൻ പഠിക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ പാപങ്ങൾ കാരണത്താൽ അവന് കാര്യം മനസ്സിലാകാത്തതിൻ്റെ, അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതല്ലാതെ അള്ളാഹുവിൻ്റെ ദീനിൽ തനാഖുദ്, വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അതെങ്ങാനും അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ,
അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരുടെയും പക്കൽ നിന്നായിരുന്നുവെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാൻ സാധിച്ചേനെ. ഒരു സ്ഥലത്ത് പറഞ്ഞിടത്തിനെതിരെ വേറൊരു സ്ഥലത്ത് ഒരിക്കലും അള്ളാഹുവിൻ്റെ കിതാബിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ, ഇസ്ലാമിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഒരൊറ്റ വൈരുദ്ധ്യം പോലും അള്ളാഹുവിൻ്റെ ദീനിൽ ഉണ്ടാവുകയില്ല. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശറഅ, അള്ളാഹു നിശ്ചയിച്ച നിയമം സലാമത്തിലാണ്, അത് മുക്തമാണ്. അതുപോലെ ദീനിൽ കൽപ്പിക്കപ്പെട്ട ഒരു നിയമം ജനങ്ങളുടെ മസ്ലഹത്തിനെതിരാവുക, ആളുകളുടെ നന്മ അള്ളാഹു കൽപ്പിച്ച ദീനിലല്ല, മറിച്ച് അതിനെതിരായ നിയമത്തിലാണ് ജനങ്ങളുടെ നന്മ ഉള്ളത്. അങ്ങനെ സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല. മറിച്ച് സകല മസ്ലഹത്തും, എല്ലാ നന്മയും, എല്ലാ ക്ഷേമവും അള്ളാഹു നിശ്ചയിച്ച ദീനിലാണ് ഉണ്ടാവുക. ഇത് അള്ളാഹുവിൻ്റെ സലാം എന്ന പേരിൻ്റെ വിശദീകരണമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. നോക്കൂ, അള്ളാഹു നൽകുന്നവനാണ്, അതാ അത് അവനുണ്ട്, അവൻ നൽകുന്നവനാണ്. എന്നാൽ അവൻ നൽകുമ്പോൾ അവൻ നൽകുക എന്നത് അതൊരിക്കലും ആളുകൾ നൽകുന്നത് പോലെയല്ല. ജനങ്ങൾ ചിലപ്പോൾ നൽകുക എന്തിനാണ്? തനിക്കിങ്ങോട്ട് കിട്ടിയതിന്, തനിക്കിങ്ങോട്ട് ഒരാൾ ചെയ്തു തന്നു, ആ ചെയ്തു തന്നതിന് ഒരു പ്രത്യുപകാരം എന്ന നിലക്കാണ്. അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന ഒരാൾക്ക് അതിനോട് ആവശ്യമുണ്ട്, അവന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും ഒരാവശ്യം ഞാൻ കൊടുക്കുന്നതിന് പിന്നിലുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത് അവന് വല്ലതും ഉപകാരം ആളുകൾ ചെയ്തു കൊടുത്തിട്ടാണോ? അല്ല, അവന് ഉപകാരം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിന് കൊടുക്കുന്ന പടപ്പുകളോട് വല്ല ആവശ്യവും ഉണ്ടായിട്ടാണോ? ഒരിക്കലുമല്ല. എന്തിന്? സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം തന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് കാണാം, നിന്നെ ആര് പടപ്പുകളിൽ സ്നേഹിക്കുന്നുണ്ടോ, പടപ്പുകളിൽ ആര് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ, അത് എത്ര അടുത്ത ആളുകളായിക്കോട്ടെ, മാതാപിതാക്കളോ മക്കളോ പ്രിയപ്പെട്ട ആരാകട്ടെ, യഥാർത്ഥത്തിൽ ആര് നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ സ്നേഹിക്കുന്നവർക്ക് അവരുടേതായ അവരുടേതായ ഒരു താല്പര്യം അതിൻ്റെ പിന്നിലുണ്ട്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, മനസ്സിലായി? ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മക്കളോടുള്ള നമ്മുടെ സ്നേഹമായാൽ കൂടി അതിൻ്റെ പിന്നിൽ നമ്മുടെ ചില താല്പര്യങ്ങൾ നമുക്കുണ്ട്, നമ്മുടേതായ ചില താല്പര്യങ്ങൾ നമുക്കുണ്ട്. അവരകന്നു പോവുക എന്നത് നമുക്ക് പ്രയാസമുണ്ടാക്കും. അവരുടെ സ്നേഹം തിരിച്ചു കിട്ടണം, അത് നമ്മുടെ താല്പര്യമാണ്. അവർ നമ്മെ സ്നേഹിക്കണം, അത് നമ്മുടെ താല്പര്യമല്ലേ? അതൊരു താല്പര്യമാണ്, സംശയമില്ല. ഏത് പടപ്പായിക്കോട്ടെ, ഏത് മഹബത്തുണ്ടോ, എന്തെങ്കിലും നിലക്കൊരു താല്പര്യം അതിൻ്റെ പിന്നിൽ ഉണ്ടാകാതിരിക്കുക. ചിലർ സമ്പത്ത് കണ്ടിട്ടായിരിക്കും, ചിലർ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും, ചിലർ ഒരു വീരപുരുഷനെ നോക്കി കാണുന്നത് പോലെ ആയിരിക്കും സ്നേഹിക്കുന്നത്. ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ തിരിച്ചുള്ള സ്നേഹം അതെങ്കിലും അവരുടെ താല്പര്യമായിരിക്കും. എന്നാൽ യാതൊരു ആ നിലക്കുള്ള ലക്ഷ്യവുമില്ലാതെ, ഒന്നും പകരമില്ലാതെ നിന്നെ സ്നേഹിക്കുന്നവൻ റബ്ബ് മാത്രമാണ്, അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അവൻ നൽകുക എന്നത് അത് യാതൊന്നും പകരം റബ്ബ് സുബ്ഹാനഹു തആല പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതുകൊണ്ടാണ് എല്ലാ മഹബത്തും അള്ളാഹുവിനോടാകാൻ പറയുന്നത്. യഥാർത്ഥ മഹബത്ത് അത് അള്ളാഹുവിനോടാണ്. അവനോടുള്ള മഹബത്ത് ഒരാൾക്കും വേണ്ടിയല്ല. എന്നാൽ ബാക്കി എല്ലാവരോടുമുള്ള നമ്മുടെ സ്നേഹം അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. അള്ളാഹുവിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ ചില താല്പര്യങ്ങൾ അതിൽ വന്നു പോവുക എന്നത് മനുഷ്യ സഹജമാണ്, അത് ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ അത് അള്ളാഹുവിന് വേണ്ടി ആക്കുക എന്നത് സാധ്യവുമാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മറ്റൊരാൾക്കും വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം പോലും അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണത്. അതേസമയം അള്ളാഹുവിനോടുള്ള സ്നേഹമോ അത് മറ്റൊരാൾക്കും വേണ്ടിയുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖുഹു വഅമൽ മാ ശിഅത ഫഇന്നക മുഫാരിഖുഹു വഅമൽ മാ ശിഅത ഫഇന്നക മുലാഖീഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഉദ്ദേശിക്കുന്നവരെ നീ സ്നേഹിച്ചോളൂ, ഫഇന്നക മുഫാരിഖുഹു, നീ അവനെ പിരിയുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ദുനിയാവിൽ നീ എന്തിനെ സ്നേഹിച്ചാലും നീ അതിനെ വിട്ടുപിരിയുന്ന ഒരു രംഗം വരാനുണ്ട്, മരിച്ചു പോകാനുള്ളതാണ്. ദുനിയാവിൽ ഉള്ളത് സകലതും, പ്രിയപ്പെട്ടവരാകട്ടെ, സമ്പത്താകട്ടെ, വീടാകട്ടെ, എന്താകട്ടെ, അഹ്ബിബ് മാ ശിഅത, നീ എന്തിനെ സ്നേഹിച്ചാലും ഫഇന്നക മുഫാരിഖുഹു, നീ അതിനെ പിരിയും, ഒരു സംശയവും അതിലില്ല. വഅമൽ മാ ശിഅത,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിച്ചോളൂ, എന്ത് നീ പ്രവർത്തിച്ചാലും ഫഇന്നക മുലാഖീഹ്, നിന്റെ പ്രവർത്തനം അത് നീ കാണുക തന്നെ ചെയ്യും, അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്, എത്ര അർത്ഥവത്തായ ഹദീസാണെന്ന് ആലോചിച്ച് നോക്കുക. അഹ്ബിബ് മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നതിനെ സ്നേഹിച്ചോളൂ. അഥവാ എന്തിനേയും സ്നേഹിക്കാനുള്ള കൽപ്പനയല്ല അത്, മോശമായതിനെ സ്നേഹിക്കാനുള്ള കൽപ്പനയല്ല അത്, മറിച്ച് അതിൻ്റെ അർത്ഥം എന്താണ്? നീ എന്തിനെ സ്നേഹിച്ചാലും, ആരെ സ്നേഹിച്ചാലും ഫഇന്നക മുഫാരിഖു, നീ അതിനെ പിരിയുക തന്നെ ചെയ്യും. വഅമൽ മാ ശിഅ്ത, എന്നാൽ നീ എന്ത് പ്രവർത്തിച്ചാലും ഫഇന്നക മുലാഖീഹ്, നീ അത് കാണുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞതുപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ, ഒരണുമണി തൂക്കം നന്മ ചെയ്താലും അത് കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ, ഒരണുമണി തൂക്കം തിന്മ ചെയ്താലും അത് കാണുക തന്നെ ചെയ്യും. അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഒരാളും പോവുകയില്ല. ദുനിയാവിൻ്റെ പ്രത്യേകതയാണ്, വളരെ നിസാരമായതായാലും അള്ളാഹു സ്വീകരിക്കുമെന്നത്. എന്നാൽ മരിച്ചു പരലോകത്തെത്തിയാൽ ദുനിയാവും അതിലുള്ളത് മുഴുവൻ നിൻ്റെതായിരുന്നാലും, മുഴുവൻ നീ കൊടുക്കാമെന്ന് പറഞ്ഞാലും, ആകാശഭൂമികൾ നിറയെ സ്വർണം നീ കൊടുക്കാമെന്ന് പറഞ്ഞാലും സ്വീകരിക്കപ്പെടുകയില്ല. യാ സുബ്ഹാനല്ലാഹ്, മരണം നമ്മെ ജസാഇൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അമലിൻ്റെ ലോകത്ത് നിന്ന്, പ്രവർത്തനങ്ങളുടെ ലോകത്ത് നിന്ന് പ്രതിഫലത്തിൻ്റെ ലോകത്തിലേക്ക് അതോടെ എത്തുകയാണ്. പിന്നെ അമൽ ചെയ്യാൻ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് അമൽ അത് മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്കുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നീ നരകത്തെ തടുത്തുകൊള്ളുക. അത് കിട്ടിയില്ലേ വലൗ ബികലിമത്തിൻ തയ്യിബ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും, ഒരു നല്ല വാക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു വാക്ക് പറഞ്ഞിട്ടെങ്കിലും. സല്ലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നൽകുന്നത് ഇങ്ങനെയാണ്. അവൻ ആളുകളോടുള്ള ആവശ്യത്തിൽ നിന്ന് മുക്തനാണ്, അവൻ സലാമാണ്. അതുപോലെ അവൻ തരാതിരിക്കുന്നുണ്ടെങ്കിൽ, നോക്കൂ നിങ്ങൾ, അള്ളാഹു നൽകുന്നത് ആരെക്കൊണ്ടെങ്കിലും അവൻ ആവശ്യമുള്ളത് കൊണ്ടല്ല. അതുപോലെ അള്ളാഹു നൽകാതിരിക്കുന്നത് പിശുക്കുള്ളത് കൊണ്ടല്ല. പിശുക്കിൽ നിന്നവൻ സലാമാണ്, മുക്തനാണവൻ. മറിച്ച് അവൻ നൽകാതിരിക്കുന്നത് ഹിക്മത്ത് കൊണ്ടാണ്. അവൻ നൽകാതിരിക്കുന്നതിൻ്റെ പിന്നിൽ അവന് ലക്ഷ്യമുണ്ട്, അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ നന്മയുണ്ട്. അള്ളാഹു അർശിനു മേലാണ്, ആകാശങ്ങൾക്ക് മേലാണ്. എന്നാൽ അർശോ അത് വഹിക്കുന്ന മലക്കുകളോ അതിനൊന്നിനും അള്ളാഹു ആവശ്യക്കാരനല്ല. മറിച്ച് അർശും അത് വഹിക്കുന്ന മലായിക്കത്തുമെല്ലാം റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. അതിൽ നിന്ന് അള്ളാഹു സലാമാണ്. അവരെ കൊണ്ട് ആവശ്യമുണ്ടാവുക എന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്തനാണ്. അള്ളാഹു ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഇറങ്ങി വരും. ആ സമയത്തും അള്ളാഹു മുകളിലുള്ളവൻ തന്നെയാണ്. അള്ളാഹുവിൻ്റെ മുകളിൽ വല്ലതുമാവുക എന്നതിൽ നിന്ന് അവൻ സലാമാണ്. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സലാം എന്ന അള്ളാഹുവിൻ്റെ പേര് അവൻ്റെ സിഫത്തുകളെ വിശേഷിപ്പിക്കുന്ന, അവൻ്റെ സിഫത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ എന്ത് റബ്ബിനെ കുറിച്ച് മോശമായത് കരുതുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു സലാമാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അള്ളാഹു ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഇറങ്ങി വരുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ നിഷേധിക്കാറുണ്ട് പിഴച്ച കക്ഷികൾ. നമ്മുടെ നാട്ടിലെ അശാരികളടക്കം അതിനെ കളിയാക്കാറുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുകളിലപ്പോൾ പലതും ഉണ്ടാകും എന്ന രൂപത്തിൽ പരിഹസിക്കും. ഈ രൂപത്തിൽ അവൻ്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്നവർ എന്തൊക്കെ റബ്ബിനെ കുറിച്ച് പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു സലാമാണ്, അവൻ മുക്തനാണ്. അതൊന്നും അള്ളാഹുവിനെ ബാധിക്കുകയില്ല. ഇതാണ് സലാം എന്ന പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയായിനെ, അവന് പ്രിയപ്പെട്ടവരെ അവൻ സ്നേഹിക്കുന്നു. അവരെ അവൻ മിത്രങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവരെ കൊണ്ട് അവൻ ആവശ്യമുണ്ടായത് കൊണ്ടാണോ? അല്ല, അതിൽ നിന്ന് അവൻ സലാമാണ്. അതുപോലെ അസ്സലാം എന്ന പേരിൻ്റെ അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൽ മുസല്ലിമു അലാ ഇബാദിഹി, അവൻ്റെ അടിമകൾക്ക് സലാം നൽകുന്നവൻ. അവൻ്റെ അടിമകൾക്ക് സലാം നൽകുന്നവനാണവൻ. നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ. ഖുലിൽ ഹംദുലില്ലാഹ്, നീ പറയുക അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ, അള്ളാഹു തെരഞ്ഞെടുത്ത അവൻ്റെ അടിമകൾക്കുമേൽ സലാം, അള്ളാഹു അവർക്കുമേൽ സലാം ചൊരിഞ്ഞിരിക്കുന്നു.
അവർക്കുമേൽ അള്ളാഹു സലാം ചൊരിഞ്ഞിരിക്കും. നോക്കൂ, പല നബിമാരെ കുറിച്ചും അള്ളാഹു പറഞ്ഞത് ഖുർആനിൽ നമുക്ക് കാണാം. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. ലോകർക്കിടയിൽ നൂഹിനുമേൽ സലാം. അള്ളാഹുവിൻ്റെ രക്ഷ അവർക്കുണ്ട്. ആ രക്ഷ അവർക്ക് നൽകിയവനാണ്. അവർക്കുമേൽ സലാം ചൊരിഞ്ഞവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഖുർആനിൽ നമുക്ക് കാണാം സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ മൂസ വ ഹാറൂൻ. അതുപോലെ നോക്കൂ, സ്വർഗവാസികൾ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ അഭിവാദ്യം അത് സലാമാണ്. അള്ളാഹു അവരോട് സലാം പറയും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റഹീമായ കാരുണ്യം ചൊരിയുന്ന റബ്ബിൽ നിന്ന് അവരോട് അവൻ പറയുന്ന വാക്കാണ് സലാം എന്നത്. അള്ളാഹുവിൻ്റെ സലാം അവർക്ക് ലഭിച്ചാൽ അതോടെ സകല പ്രയാസങ്ങളിൽ നിന്നും അവർ പേടിക്കുന്ന, ദുനിയാവിൽ നമ്മൾ പേടിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും, പരലോകത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് അതോടെ മുക്തി ലഭിക്കുകയാണ്. അതുപോലെ അള്ളാഹു സലാമാണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അള്ളാഹുവിൻ്റെ ദുൽമിൽ നിന്ന് പടപ്പുകൾ സലാമത്തിലാണ്. അവർക്കതിൽ നിന്ന് സലാമത്തേകിയ രക്ഷയേകിയവനാണ് അവൻ. അള്ളാഹു ഒരിക്കലും അവരോട് അനീതി ചെയ്യുകയില്ല. നോക്കൂ, സ്വർഗത്തിനെ അള്ളാഹു വിളിച്ച പേരെന്താ? ദാറുസ്സലാം. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു, സമാധാനത്തിൻ്റെ രക്ഷയുടെ ഭവനത്തിലേക്ക്. ഇതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിൻ്റെ ഈ പേര് ഉൾക്കൊള്ളുന്ന അഭിവാദ്യമാണ് മുസ്ലിമീങ്ങളുടെ അഭിവാദ്യം. അസ്സലാമു അലൈക്കും. മുസ്ലിമീങ്ങളുടെ ഈ അഭിവാദ്യത്തിൽ അള്ളാഹുവിൻ്റെ പേര് ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള രക്ഷ ഉണ്ടാകട്ടെ. റബ്ബിൻ്റെ ഈ പേര് അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നോക്കൂ, അത് പ്രചരിപ്പിക്കുക എന്നത് ദാറുസ്സലാമിലേക്കുള്ള വഴിയാണ്. സലാം പ്രചരിപ്പിക്കുക എന്നത് ദാറുസ്സലാമിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തഹാബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ, നിങ്ങൾ മുഅ്മിനുകളാകുന്നതുവരെ, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുഅ്മിനുകളായാലേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല. അഫലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ ഷൈഇൻ, ഒരു കാര്യം, ഇദാ ഫഅൽതുമൂഹു, അത് നിങ്ങൾ ചെയ്താൽ, തഹാബബതും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, സലാം നിങ്ങൾ വ്യാപിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹുവിൻ്റെ ആ പേര് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നോക്കൂ, അത് സ്നേഹം ഊട്ടി ഉറപ്പിക്കാനുള്ള വഴികളിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കാനുള്ള എല്ലാ വഴികളും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ദീനിൽ വിലക്കപ്പെട്ടിരിക്കുന്നു. അതിന് സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് സലാം എന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഒരു നസീഹത്ത് നിന്നോട് ചോദിച്ചാൽ അത് നൽകുക എന്നത്. അതിനെതിരായ കാര്യങ്ങളെല്ലാം ഈ ദീനിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. രണ്ടുപേർ ഇരിക്കവേ ഒരാൾ സ്വകാര്യം പറയുക, ഒരാൾ കച്ചവടം ഉറപ്പിച്ചതിന് മേലെ പോയി നീ കച്ചവടം ഉറപ്പിക്കുക, ഒരാൾ വിവാഹം ഉറപ്പിച്ചതിന് മേലെ പോയി നീ വിവാഹം ആലോചിക്കുക. അതുപോലെ ഏഷണിയും പരദൂഷണവും പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ആളുകൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കും എന്നതുകൊണ്ട് അതെല്ലാം വിലക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദീനിൻ്റെ പ്രത്യേകതയാണ്. വിദ്വേഷമുണ്ടാക്കുന്ന എല്ലാ കാര്യവും ഈ ദീനിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ഈ പേര് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അൽ ഖുദ്ദൂസ് എന്ന പേരിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. അൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്തുഹർ വന്നസാഹ, ശുദ്ധി ഉണ്ടാവുക, വൃത്തിയുള്ളത്, പരിശുദ്ധമായത് എന്നൊക്കെയാണ് ആ ഖുദ്സ് എന്ന പദത്തിൻ്റെ അർത്ഥം. ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയാറുണ്ട്. പരിശുദ്ധമായ മസ്ജിദ് എന്നാണ് അതിൻ്റെ അർത്ഥം. മസ്ജിദുൽ അഖ്സയുടെ മറ്റൊരു പേരാണ്. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരമപരിശുദ്ധനാണ്, ഏറ്റവും പരിശുദ്ധനാണ്. അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും വിശുദ്ധനാണ്.
നേരത്തെ അസ്സലാം എന്ന പേരിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ അവനെ പോലെ വല്ലവരും ഉണ്ടാവുക എന്നതിൽ നിന്നവൻ വിശുദ്ധനാണ്. അതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ വല്ല ഷർറും ഉണ്ടാവുക എന്നതിൽ നിന്നവൻ വിശുദ്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശർറു ലൈസ ഇലൈക്, അല്ലാഹുവേ തിന്മ നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല. നമുക്ക് ചില കാര്യങ്ങൾ പ്രയാസകരമായും തിന്മയായുമെല്ലാം അനുഭവപ്പെടും. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു അത് നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നന്മയാണ്, ആ ലക്ഷ്യം അത് നന്മയാണ്. ഇത് മനസ്സിലാക്കാതെ പോയതാണ് ഒരുപാട് പിഴച്ച കക്ഷികൾ പിഴവിലാകാനുള്ള കാരണം. ഈ ദർസിൻ്റെ പല സന്ദർഭങ്ങളിൽ നമ്മളത് സൂചിപ്പിച്ചതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ കുറിച്ച്, അൽ ഹക്കീം എന്ന അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ചുള്ള വിശദീകരണം കേൾക്കാത്തവർക്ക് കേൾക്കുക. വഫഖനില്ലാഹു ഇയ്യാക്കും. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് എന്തെല്ലാം നിഷേധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ അർത്ഥത്തിനാണ്. അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഒരു കാര്യം അവനിലില്ല. ഉദാഹരണത്തിന്, അവൻ മരിക്കുകയില്ല, ഉറങ്ങുകയില്ല, അവൻ അനീതി ചെയ്യുകയില്ല എന്നിങ്ങനെ നിഷേധം അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്നത് അത് കേവലം അള്ളാഹുവിനില്ലാത്തത് നിഷേധിക്കുക എന്നതല്ല അതിൻ്റെ ഉദ്ദേശം. ശരിക്കും മനസ്സിലാക്കണം, ഈ കാര്യം ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇതിൽ വഴിപഴച്ചു പോയ പല വിഭാഗങ്ങളുമുണ്ട്. അള്ളാഹുവിന് ഇതാ ഇന്നത് അള്ളാഹു ചെയ്യുകയില്ല, അള്ളാഹു അങ്ങനെ ഒരിക്കലും ചെയ്യാത്തവനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ആ കാര്യം അള്ളാഹു ചെയ്യുകയില്ല എന്ന് മാത്രമാണോ? അല്ല. ആ കാര്യം അള്ളാഹു ചെയ്യുകയില്ല എന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശം. കാരണം അത് മാത്രം പറയുക എന്നത് അള്ളാഹുവിനെ പുകഴ്ത്തലല്ല. മറിച്ച് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഉദ്ദേശിക്കുക ഒരു കാര്യം കൂടിയുണ്ട് അതിൽ. അഥവാ അള്ളാഹുവിനൊരു കാര്യമില്ല, ഒരു മോശമായ വിശേഷണം അള്ളാഹുവിനില്ല എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരീകരണമുണ്ട്. എന്താണത്? ഈ നിഷേധിച്ച കാര്യത്തിൻ്റെ എതിരായ കാര്യം എന്താണോ, ഈ നിഷേധിച്ചു പറഞ്ഞ കാര്യത്തിൻ്റെ എതിരെന്താണോ അത് പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട്. അത് പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, അള്ളാഹു മരിക്കുകയില്ല. വതവക്കൽ അലൽ ഹയ്യി അല്ലദീ ലാ യമൂത്ത്, നീ ഒരിക്കലും മരിക്കാത്ത ഹയ്യായ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞു. അള്ളാഹു മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിക്കുകയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം, മറിച്ച് മരണത്തിൻ്റെ വിപരീതം എന്താണ്? ഹയാത്താണ്. ആ വിശേഷണം ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിലുള്ളവനാണ് അള്ളാഹു. ഒരു മയക്കമോ ഉറക്കമോ ഒന്നും ബാധിക്കാതെ എല്ലാം കണ്ടുകൊണ്ട് എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു. അതാണ് അവിടെ ഉദ്ദേശം. എങ്കിലാണ് അവിടെ സനാ പുകഴ്ത്തൽ വരിക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ അനീതി ചെയ്യുകയില്ല. വല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് അനീതി ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അള്ളാഹു അടിമകളോട് ദുൽമ ചെയ്യുകയില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന വേറൊരു കാര്യം കൂടി. എന്താണത്? ദുൽമിൻ്റെ വിപരീതം, അക്രമത്തിൻ്റെ വിപരീതം നീതി, ആദിൽ. അത് പരിപൂർണമായ അർത്ഥത്തിലുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. അള്ളാഹു പറയുകയാണ്, വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള യാതൊന്നും തന്നെ അള്ളാഹുവിന് കഴിയാത്തതായി, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ളതായി ഇല്ല. ഇത് നിഷേധമാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ്? ആയത്തിൻ്റെ ബാക്കി എന്താണ്? ഇന്നഹു കാന അലീമൻ ഖദീറ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണത്. നോക്കൂ നിങ്ങൾ, അവൻ്റെ പരിപൂർണമായ അറിവും പരിപൂർണമായ ശക്തിയും അവിടെ സ്ഥിരീകരിക്കുന്നു. കേവല നിഷേധം എന്നത് പുകഴ്ത്തലല്ല, മറിച്ച് നിഷേധത്തിന് എതിരായ കാര്യം എന്താണോ അത് പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട്. നിങ്ങൾ നോക്കൂ, ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറഞ്ഞത്, വലാ യഊദുഹു ഹിഫ്ദുഹുമാ, ആകാശങ്ങളെ ഭൂമിയെ നിയന്ത്രിക്കുക എന്നത്, അതിനെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് പ്രയാസകരമല്ല, അള്ളാഹുവിനത് ഭാരമുള്ളതല്ല, അത് നിഷേധമാണ്. പക്ഷെ അതിൻ്റെ എതിരായ കാര്യം പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് എന്നതാണ് അതിൻ്റെ ബാക്കി. അവയെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് ഭാരമുള്ളതല്ല. എന്തുകൊണ്ട്? വഹുവൽ അലിയുൽ അദീം, വഹുവൽ അലിയുൽ അദീം. അള്ളാഹു ഏറ്റവും ഉലുവിലുള്ളവനാണ്, അവൻ ഏറ്റവും മുകളിലാണ്, അവൻ എല്ലാ സൃഷ്ടികൾക്കും മേലെയാണ്. അതോടൊപ്പം അവൻ്റെ കഴിവുകൊണ്ട്, അവൻ്റെ വലിപ്പം കൊണ്ട് അവൻ എല്ലാ സൃഷ്ടികൾക്കും മേലെയാണ്.
അവൻ അദീമാണ്, അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. അങ്ങനെയുള്ള റബ്ബിന് ഇവയെ സംരക്ഷിക്കുക എന്നത് ഒരിക്കലും ഭാരമല്ല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവൻ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ഹയാത്ത് എന്നത് അത് പരിപൂർണമായ ഹയാത്താണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. സുബ്ബൂഹ് എന്ന അള്ളാഹുവിൻ്റെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഖുദ്ദൂസ് എന്ന പേരിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നോക്കൂ, മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞത് വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതും തഖ്ദീസ് ചെയ്യുന്നതും അവർ ഒരുമിച്ച് പറയുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അത് തന്നെയാണ് തസ്ബീഹിൻ്റെയും അർത്ഥം. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. അള്ളാഹുവിന് ഇല്ലാത്തത് എന്തെല്ലാം ആളുകൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ് എന്ന് പറയുക. അതുകൊണ്ടാണ് തസ്ബീഹിൻ്റെ കൂടെ എപ്പോഴും ഹംദ് വരുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. തസ്ബീഹും ഹംദും പലപ്പോഴും ഒരുമിച്ച് വരുന്നത് എന്തുകൊണ്ടാണ്? അധിക സന്ദർഭങ്ങളിൽ ഒരുമിച്ച് വരുന്നത് തസ്ബീഹിൽ നിരാകരിക്കണം. അള്ളാഹുവിനില്ലാത്തത് എന്തൊക്കെ ആരെല്ലാം റബ്ബിൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണെന്ന് പറയലാണ്. ഹംദ് എന്നാൽ അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അവൻ്റെ എല്ലാ വിശേഷണങ്ങളും ഉണ്ട് അവന് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് അതിൽ ചെയ്യുന്നത്. അള്ളാഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യുന്നതിൻ്റെ കൂടെ ഹംദ് ചെയ്യുക. അവനെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നതിൻ്റെ കൂടെ അവനെ സ്തുതിക്കുക. ചില പഴച്ച കക്ഷികൾ അവർ അള്ളാഹുവിനെ ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തിയാണ്, തസ്ബീഹ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് ഉണ്ട് എന്നവൻ പറഞ്ഞ വിശേഷണങ്ങളെ നിഷേധിക്കും. വളരെ ശ്രദ്ധിക്കുക ഇക്കാര്യം. അള്ളാഹുവിന് മുഖമുണ്ട്, അവൻ്റെ വജ്ഹ് എന്നത് ഖുർആനിൽ വന്നിട്ടുണ്ട്. പിഴച്ച കക്ഷികൾ പറയും ഇല്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അവനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി പോകും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, തഖ്ദീസ് ചെയ്യുന്നു, അവനെ നാം പരിശുദ്ധപ്പെടുത്തുന്നു. അവൻ്റെ വജ്ഹ് എന്നത് നമ്മൾ തള്ളിക്കളയുന്നു. ഇത് യഥാർത്ഥ ശരിയായ തസ്ബീഹാണോ? ഇത് അല്ല, ഇത് തെറ്റായ തസ്ബീഹാണ്. ഇമാം ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നീ നിന്റെ റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നതോടൊപ്പം ഹംദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ബിഹു ബിമാ ഹമിദ ബിഹി നഫ്സഹ്, അള്ളാഹു അവനെ കുറിച്ച് സ്തുതിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നീ അവനെ പരിശുദ്ധപ്പെടുത്തുക. ഇദ് ലൈസ കുല്ലു തസ്ബീഹിൻ ബിമഹ്മൂദ് കമാ അന്ന തസ്ബീഹ് അൽ-മുഅ്തസിലതി തഅ്തീലു കസീറൻ മിന സിഫാത്ത്. കാരണം എല്ലാ തസ്ബീഹും അവനെ പരിശുദ്ധപ്പെടുത്തിയാണ് ഞങ്ങൾ എന്ന എല്ലാവരുടെ വാദവും ശരിയല്ല, അതെല്ലാം നല്ലതല്ല. മുഅ്തസിലത്ത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വിശേഷിപ്പിച്ച, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ച, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ച മുഅ്തസില കക്ഷി അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് എന്നാണ്. എന്നാൽ വജ്ഹ് എന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അതൊരിക്കലും സൃഷ്ടികളുടെ ഇതുപോലെയല്ല. ഏതുപോലെ അള്ളാഹുവിൻ്റെ അറിവ് സൃഷ്ടികളുടെ ഇതുപോലെയല്ല, അവൻ്റെ കഴിവ് സൃഷ്ടികളുടെ ഇതുപോലെയല്ല, അവൻ്റെ സംസാരം സൃഷ്ടികളുടെ ഇതുപോലെയല്ല. എന്നതുപോലെ അവൻ്റെ വിശേഷണമാണ് അവൻ്റെ വജ്ഹ്, അവൻ്റെ മുഖം. അതങ്ങനെ തന്നെ വിശ്വസിക്കണം, അതങ്ങനെ തന്നെ വിശ്വസിക്കണം. ആ മുഖത്തേക്ക് നോക്കാൻ നാളെ പരലോകത്ത് സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് സാധിക്കും. അത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും, അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. ഇതിലെല്ലാം മുഅ്മിനുകൾ വിശ്വസിക്കുന്നു. അപ്പോൾ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെ അവനെ പഠിപ്പിച്ചോ, അവനെക്കുറിച്ച് പഠിപ്പിച്ചോ അതുപോലെ തസ്ബീഹ് ചെയ്യലാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് സൂറത്തു സാഫാത്ത് അവസാനിക്കുന്നത് എങ്ങനെ? ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ എന്ന് അള്ളാഹു പറഞ്ഞു. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു, എല്ലാ പ്രതാപങ്ങൾക്കും ഉടമയായ അള്ളാഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്. അത് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞ എന്താണ്? വസലാമുൻ അലൽ മുർസലീൻ, നബിമാർക്കുമേൽ സലാം, അവർ സുരക്ഷിതരാണ്. അഥവാ അവർ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചത് എന്താണോ അതിൽ യാതൊരു ന്യൂനതയും വന്നിട്ടില്ല. വേണ്ടാത്തതൊന്നും അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവർ അള്ളാഹുവിനെ എങ്ങനെ പരിശുദ്ധപ്പെടുത്തിയോ, എന്തൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് എന്തൊക്കെ അവർ നിഷേധിച്ചോ അങ്ങനെയാണ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യേണ്ടത്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക
അവനെ തസ്ബീഹ് ചെയ്യുക. അവൻ സുബ്ബൂഹാണ്, അവൻ ഏറ്റവും പരിശുദ്ധനാണ്, അവനെല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. നൂഹ് അലൈഹിസ്സലാം മകന് കൊടുത്ത ഉപദേശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത് കാണാം, നീ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുക. ഫഇന്നഹാ സലാത്തു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥന അതാണ്, ഈ വാക്കാണ്. വബിഹാ യുർസഖുൽ ഖൽഖ്, ഇത് മുഖേനയാണ് പടപ്പുകൾക്ക് റിസ്ക് ലഭിക്കുന്നത്. റിസ്ക്കിനുള്ള വഴിയാണ് എന്ത്? അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുക എന്നത്. അപ്പോൾ നോക്കൂ, ഇതാണ് അസ്സലാം, അൽ ഖുദ്ദൂസ്, അസ്സുബ്ബൂഹ് എന്നീ റബ്ബിൻ്റെ പേരുകളുടെ ചുരുങ്ങിയ വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന, അവൻ ഏറ്റവും ഭയപ്പെടുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.